ചെറിയൊരു സാക്ഷ്യത്തിൽ തുടങ്ങണം. എനിക്ക് 2005 വിവാഹം, 2 മക്കളും പെൺമക്കളും. മൂത്തവള് BSc നഴ്സിംഗ് ഇപ്പോൾ പഠിക്കുന്നു, സേലത്താണ്. രണ്ടാമത്തെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഫാദറ് 98 മരിച്ചുപോയി. അമ്മയുണ്ട്, ഒരു പെങ്ങളും ചേട്ടൻ. ഞങ്ങൾ 2 ആണുങ്ങൾ ഇരട്ടകളാണ്. അവൻ യൂറോമേഴ്സിനുണ്ടായി, ഇപ്പോൾ നാട്ടിലാണ്. അപ്പോൾ എൻ്റെ മോള് പോയിട്ടൊരു ഒറ്റ ക്ലാസ്സിന് പോയത് ഒരു 3 ഈയിടയ്ക്ക് ഒരു തലവേദനയായിട്ട് നാട്ടിൽ വന്നത്. നാട്ടിൽ വന്നപ്പോഴത്തേക്ക് കുറേ ടെസ്റ്റൊക്കെ ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കുഞ്ഞിനൊരു വീഴ്ച പറ്റില്ല, കണ്ണിൻ്റെ ഒരു അടി പറ്റി, അങ്ങനെ തലവേദന. ടെസ്റ്റെല്ലാം ചെയ്തപ്പോഴത്തേക്ക് കുറേ ടെസ്റ്റുകൾ ചെയ്തു, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ കർത്താവ് പൂർണ്ണസൗഖ്യമായിട്ട് തിരിച്ചു പോകാൻ സാധിച്ചു. അപ്പോൾ ഈ 18 വയസ്സായി. ദൂരമുണ്ട്, കാരണം നമ്മുടെ നാറുകോലിൽ നിന്ന് സേലത്ത് പോകണമെന്നൊരു രാത്രി 10 മണി തിരിച്ചാൽ 5 മണി, വെളുപ്പിന് 5 മണിക്ക് അവിടെ എത്തുള്ളൂ ബസ്സിൽ. അത്രയ്ക്ക് ദൂരമാണ്. സാധാരണ വൈഫും ആരെങ്കിലും കൊണ്ടാക്കുകയാണ് പതിവ്. ഈ പ്രാവശ്യം അതിന് തിരിച്ചു പോകാൻ വേണ്ടി ടെസ്റ്റെല്ലാം കഴിഞ്ഞ ശേഷം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ അത്ഭുതമാതാവ് ഒരു ആലയമുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കൊണ്ട് തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിരുന്നവളാണ്. അവൾ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, കൊണ്ടാക്കും. പിന്നീട് ഇത് പ്രേയറെല്ലാം കഴിഞ്ഞൊന്നും പറഞ്ഞു, ഞാൻ തന്നെ പോയിക്കോളാം. അങ്ങനെ വിട്ടു. പക്ഷേങ്കിലും നമുക്കൊരു പെൺമക്കളല്ലേ, ഒരു ധൈര്യക്കുറവ്. നമ്മൾ ഒരു അല്പവിശ്വാസമാണ്. ഞാൻ വചനം വിട്ടു, 4 വചനം പറഞ്ഞു വിട്ടു. യോശുവ 1:9, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നെ കാത്തു രക്ഷിക്കും. ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്ന, അവൻ നിന്റെ വഴി വരും. മർക്കോസ് 1:2. പുറപ്പാട് 33:14, എന്നോട് കൂടെ വരെ നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്നുണ്ട്. ഈ വചനം കൊടുത്ത് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനോട് ധൈര്യമായിട്ട് പോയി സേഫ്റ്റിയായിട്ട് അവിടെ എത്തുകയും ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം സ്ഥിരമായിട്ട് വായിക്കുന്നത്ര, സ്ഥിരമായിട്ട് മുടങ്ങാതെ ബൈബിൾ വായിക്കും. ബൈബിൾ വായിക്കണം. കാരണം ഫിലിപ്പിയർ എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. വചനപ്രകാരം നമ്മൾ ആരെയാണ് ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത്? അല്ലെ, ലോകത്തിന്റെ ദൃഷ്ടിയിലൂടെ നമ്മൾ കാണുമ്പോൾ നമ്മളിവിടെ ഗൾഫിലൊക്കെ വന്ന് കുറച്ച് സമ്പന്നരായി, കുറച്ച് സമ്പന്നതയൊക്കെ നേടി, സാമ്പത്തികമായിട്ടൊക്കെ അഭിവൃദ്ധി പ്രാപിച്ച്, കുറച്ച് വീട് വെച്ച് വാഹനങ്ങളൊക്കെ സ്വന്തമാക്കി, കുറച്ച് ഭൗതികമായിട്ട് ഉയരുമ്പോൾ ആ മനുഷ്യരുടെ ലുക്കിൽ അവനാണ് ഭാഗ്യവാനെന്ന് പറയും. എന്നാൽ ദൈവവചനം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സങ്കീർത്തനം 1, ദുഷ്ടയുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകളുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. വചനങ്ങളിൽ ഒത്തിരി സങ്കീർത്തനങ്ങളിലൂടെ പറയുന്ന ഭാഗ്യവൻ ആരാണെന്ന്. വീണ്ടും സങ്കീർത്തനം 84:5-6 ഇപ്രകാരം പറയുന്നു, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാൻ. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്. ബാക്കാ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ബാക്കാ താഴ്വര എന്ന് പറഞ്ഞാൽ ഉണങ്ങി വരണ്ട് ഒന്നിനും കൊള്ളാത്ത നിലങ്ങളാണ്. കാരണം നമ്മുടെ ജീവിതങ്ങൾ ചിലപ്പോൾ അതുപോലെ ആയിരിക്കും, ഒരു മേൽഗതിയില്ലാതെ ഇങ്ങനെ പോകുന്ന അവസ്ഥയായിരിക്കാം. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അവർ കൂടുതൽ കരുത്താർജിക്കുകയും സിയോനിൽ നിറഞ്ഞൊഴുകുന്ന നദി പോലെ ആയിരിക്കുമെന്ന് വചനത്തിൽ ഇപ്രകാരം പറയുന്നു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നുണ്ട്, സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാവുന്നു. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതായത് ആത്മാവിൽ ദരിദ്രരായ, ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുമ്പം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹവും ഉണ്ടാവണം. നമ്മുടെ തന്നെ ആത്മാവിന് വേണ്ടി ഒരു വില കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം കടന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്കുപരിയായി ആത്മാവിൽ ആത്മീയമായി വളരുവാനും കർത്താവിനോട് ചേർന്ന് നിൽക്കാനും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള മക്കളായ ആത്മീയമായ ദാഹം വേണം, ഒരു വളർച്ച. ഒന്നാം സ്ഥാനം ആത്മീയമായ വളർച്ചയ്ക്കാണ് കൊടുക്കേണ്ടത്, ആത്മീയമായ അഭിവൃദ്ധിക്ക് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കർത്താവിനോട് ചേർന്നിരിക്കും, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നാം പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം സുവിശേഷത്തിൽ നമ്മുടെ യേശുവിന്റെ ലാസറിനെ ഉയർപ്പിക്കുന്ന യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കിൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുകയും. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്തു മാറ്റി. യേശു കണ്ണുകുളർത്തി പറഞ്ഞു, പിതാവേ, അങ്ങയുടെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകളഴിക്കുവിൻ, അവൻ പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം. യേശു ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി കല്ലറയിൽ പോയപ്പോൾ അവിടെ എന്താണ് തടസ്സമായിട്ടുള്ളത്? മെയിനായിട്ട് ലാസർ ഉയർത്തുന്നതിന് തടസ്സമായിട്ടൊരു സാഹചര്യം ഉണ്ടായത് എന്താണ്? അതെ, ആ ഒരു കല്ലായിരുന്നു ലാസറിന്റെ ഉയർപ്പിന് തടസ്സമായിട്ടുള്ളത്. ആ കല്ല് എടുത്ത് ഉരുട്ടി മാറ്റിയപ്പോഴാണ് ലാസറിന് ഉദ്ധാനത്തിലേക്ക് വരാൻ സാധിച്ചത്. അപ്പോൾ ഈ ഗലാത്യ 5-ൽ നമ്മളെ ബാധിക്കുന്ന കുറെ കല്ലുകളുണ്ട്. ഗലാത്യ 5-ൽ ജഡത്തിന്റെ വ്യാപാരങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുകയും ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം,
മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തിയുമാണ്. ഈ വായിച്ച് കേട്ടതിൽ ഏതെങ്കിലും ഒരു അവസ്ഥ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മളെ ഓരോരുത്തരെ ബാധിച്ചിരിക്കുന്ന കല്ലുകളാണ്. ഏതെങ്കിലും ഒരു കല്ലെങ്കിലും നമ്മൾ ഉരുട്ടി വെച്ചുകൊണ്ട് നമ്മളെ അടച്ചുകൊണ്ട് നമ്മളാണ് നമ്മുടെ ജീവിതം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയാൻ തടസ്സമായി നിൽക്കുന്ന ഈ മേഖലകളാണ്. ഈ കല്ലുകൾ ഉരുട്ടി മാറ്റിയെങ്കിലേ ദൈവത്തിന്റെ കൃപ നിറയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ കല്ലുരുട്ടി മാറ്റുമ്പോഴാണ് ആത്മാവിന്റെ ഫലങ്ങളായി നമുക്ക് നിറയുന്നത് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യക്ത അഭിമാനികളും ആകാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് കേട്ട വചനങ്ങളൊക്കെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധനയ്ക്കായിട്ട് പ്രവേശിക്കുന്നു.